വീട്ടിൽ കൊണ്ടുപോയി ആഹാര സാധനങ്ങൾ വാങ്ങി വയ്ക്കുവിൻ കഴിക്കാൻ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനത് ഭാര്യ എന്നിട്ട് കേട്ട് രാത്രി പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ മാത്രം കിടക്കാം. എന്നെ കറണ്ട് പോലും കിട്ടാത്ത സമയമായിരുന്നു. കുറെ കാലം അത്ര സ്ഥലത്തിലൂടെയാണ് വീട് വൃത്തിയാക്കിയിട്ടില്ല. വീടെല്ലാം കിട്ടി. അത് ഞങ്ങളെ പ്രാർത്ഥനാശക്തിയിലൂടെ വളരുന്നു. എന്നാൽ അപ്പുറം ഇപ്പുറം സഹനത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൈവമഹത്വത്തിനായി വീണ്ടും മുമ്പോട്ട് നയിക്കണം എന്നാഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആരെങ്കിലും സഹോദരിമാരാരെങ്കിലും വരിക? കഴിയുന്നതും ചുരുക്കി ഈ ധ്യാനത്തിലെ കാര്യം തൽക്കാലം മാത്രം അറിയുക, അല്ലെങ്കിൽ നമുക്ക് സമയത്തി എടുക്കും. എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലായി. എൻ്റെ പേര് അച്ചാമ്മ. ഓരോ ദിവസത്തേക്കും വേണ്ട ജ്ഞാനം ചോദിച്ചു വാങ്ങണമെന്നുള്ളത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. പിന്നെ ഓരോ സീസണിന് വേണ്ട ജ്ഞാനമുണ്ട്. അതായത് കൊച്ചു കുഞ്ഞിന് വേണ്ട ജ്ഞാനമല്ല, വിവാഹ ജീവിതത്തെക്കുറിച്ച് കൊച്ചു കുഞ്ഞിന് അതിൻ്റെ ജ്ഞാനം ആവശ്യമില്ല എന്നുള്ളത്. അതും ഭയങ്കര ഐ ഓപ്പണറായിരുന്നു. പ്രഭാതത്തിലുണർന്ന് ജ്ഞാനം തേടണം എന്നുള്ള വചനം എനിക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഞാൻ ദൈവശബ്ദം കേൾക്കാനായിട്ട് കുറച്ച് കൊല്ലങ്ങളായി കൊതിച്ചിട്ടുണ്ട്. പ്രയർ ഗ്രൂപ്പിൽ ഓരോരുത്തരൊക്കെ സന്ദേശം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അറിയുമ്പോൾ എന്നോടേക്കും എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ജ്ഞാനമാണ് അതിൻ്റെ കണക്ടിവിറ്റി എന്ന് ബ്രദർ പറഞ്ഞത് വലിയ പ്രത്യാശ തരുന്നു. ഗീവ്സ് മീ ഹോപ്പ്. പിന്നെ ദൈവശക്തിയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. എനിക്ക് പിശാചിൻ്റെ ഇടയ്ക്ക് ഇത്തിരിയൊക്കെ പേടി തോന്നുമായിരുന്നു. പലരും പറയും മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ അവരിലുള്ളതൊക്കെ നമ്മുടെ മേത്തേക്ക് വരുന്നൊക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെ വരുമോ, അങ്ങനെ ഒരു ഡബിൾ മൈൻഡ് ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പം ബ്രദർ കൃത്യമായിട്ട് പറഞ്ഞു ഗോഡ്സ് പവർ ഇസ് ഇൻഫിനിറ്റ്. പിശാചിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയായതുകൊണ്ട് ഇറ്റ് ഈസ് ഓൺലി ഫൈനൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ ശക്തി ആകണം എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായി. പിന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ദാഹവും ഒക്കെ തോന്നി. അത് എന്തിനാന്ന് ചോദിച്ചു ബ്രദർ ഇപ്പൊ തന്നെ. ടു ഡു ഹിസ് വർക്ക്സ് ഫോർ ഹിസ് ഗ്ലോറി. പിന്നെ ഇപ്പൊ ഒത്തിരി മുമ്പ് ബ്രദർ ഒരു ഉദാഹരണം പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ച് 1000 രൂപ സിനിമ കാണാൻ പോകണമെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ വലിയ സന്തോഷം തോന്നില്ല. ബട്ട് അത് ധ്യാനം കൂടാൻ പോകാനാണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് മതി കൂടുതലും കൊടുക്കുന്നു പറഞ്ഞത്. അതുപോലെ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹി ഗീവ്സ് ഇറ്റ് വിത്ത് ഹോൾ ഹാർട്ടഡ്. താങ്ക് യു. ഇനി ആരെങ്കിലും ആയോ? എൻ്റെ പേര് കുര്യൻ തോമസ്, ബോംബെയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ ക്ലാസ്സിലൂടെ എന്നെ സ്പർശിച്ചത് ജെറമ്യ 7, 22, 23, 24 വചനങ്ങളായിരുന്നു. അവിടെ ദൈവം ഒരു കാര്യം മാത്രം അവരോട് ആവശ്യപ്പെട്ടു, എൻ്റെ സ്വരം ശ്രമിക്കുവിൻ. എന്നാൽ അവരത് കേൾക്കുവാനും തയ്യാറായില്ല, കേട്ടുമില്ല. അപ്പോൾ അവർക്ക് സംഭവിച്ചത്, അവർ അടിമത്തത്തിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് ചിന്തിച്ചപ്പോഴും ആക്ച്വലി അവർ പുറകോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു ഉൾക്കാഴ്ച എന്നെ ശക്തമായിട്ടും. അതിനുശേഷം അതിനെ തുടർന്ന് പറഞ്ഞ പിതാവായ ദൈവവും മാതാവും യേശുവും എല്ലാം ഈ ശ്രവണത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിരിക്കുന്നു. എങ്കിലും അത് ഇതിനോട് കണക്ട് ചെയ്തപ്പോൾ വലിയൊരു ഉൾക്കാഴ്ചയായിട്ട് മാറി. പിതാവായ ദൈവം അരുളി ചെയ്തു ട്രാൻസ്ഫിഗറേഷൻ്റെ സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിങ്ങൾ ഇവനെ ശ്രവിക്കുവിൻ. അതൊരു ശ്രവണത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ ആഗ്രഹവും മനുഷ്യനോടുള്ള ഒരു പിതാവിൻ്റെ ആഗ്രഹമായിട്ട് അവിടെ മനസ്സിലാക്കുന്നു. ഈശോയും ഇത് തന്നെ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. മാതാവും ഇത് തന്നെ പറയുന്നു, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അപ്പോൾ നാം വിശ്വസിക്കുന്ന പരിശുദ്ധ തൃത്വം, നാം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന പരിശുദ്ധ മാതാവ് എല്ലാം ശ്രവിക്കുവാനായിട്ടാണ് പറയുന്നത്. പക്ഷെ ശ്രവണം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാകുന്നു എന്നതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുവാൻ ഈ ക്ലാസ്, ഈ ഭാഗങ്ങൾ ഉപയോഗപ്പെട്ടു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തൊരാൾ വരിക. Praise the Lord.
എൻ്റെ ഒരു സ്റ്റാലിൻ വീട് തങ്കമാലിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആരാധകനാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 14 വർഷമായിട്ട് ഞാൻ അഗ്നിയിൽ കടന്നു വന്നതിന് ശേഷം ഒത്തിരി ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി ജ്ഞാനമുണ്ടെന്ന് ബോധ്യമുണ്ട്. അതിനുവേണ്ടി ഒരു ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കുകയും ഒത്തിരി വചനം വായിക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്ന ഒരു അടയാളം ഉണ്ടായിരിക്കും, അവർക്ക് ശാചുക്കൾ ബഹിഷ്കരിക്കും. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കർത്താവേ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഒത്തിരി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഈ സാഹചര്യങ്ങളെ എന്നിൽ തന്നെ ഒന്ന് വിശ്വസിച്ച് പരീക്ഷിച്ചു നോക്കി. എങ്ങനെ വിശ്വാസം ഞാൻ ശാസിക്കുക എന്തെങ്കിലും തിന്മകളൊക്കെ ശാസിച്ചപ്പോൾ വിട്ടുപോകാതായപ്പോൾ എനിക്കൊരു വിഷമം, കർത്താവേ എന്നിൽ വിശ്വാസം ഇല്ലല്ലോ എന്നുകൊണ്ടൊരു വലിയ വേദന എനിക്കായിരുന്നു. ആ സമയത്താണ് വേറെ ഒരു ക്ലാസ് കറുകുറ്റിയിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വേറെ പറഞ്ഞു, അങ്ങനെ ജ്ഞാനം മുതലുമ്പോൾ ഓടി വരികയായിരുന്നു. കാരണം വെച്ചാൽ കുറച്ചുകൂടി ജ്ഞാനവും വിശ്വാസവും ഒന്ന് വർദ്ധിച്ച് കർത്താവിന് വേണ്ടിയിട്ട് ഒന്ന് കത്തി ജ്വലിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ പോലെ തന്നെ ഈ എല്ലാ പ്രവാചകങ്ങളുണ്ട്, എലിയയിലേക്ക് ഇട്ട ഉപ്പുതപ്പ് എല്ലിലിട്ടോ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ വലിയ തലയിട്ടിപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതിന് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ വന്നിട്ടുള്ള പോലെ എനിക്ക് ശുശ്രൂഷിക്കാനുള്ള വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ അത്രമാത്രം തീഷ്ണതയുള്ള ആഗ്രഹം. പക്ഷേ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്. അപ്പം ഞാൻ ഒത്തിരി വചനം നിരന്തരം വായിക്കുന്ന, ചിലപ്പോൾ രാത്രികളിലൊക്കെ മൊത്തം വചനം വായിക്കും. പക്ഷേ എനിക്ക് വിഷമത്തിൻ്റെ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, വിശ്വാസം കിട്ടാതെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബദർ പറഞ്ഞതുപോലെ വെറുതെ വചനം നമ്മൾ കണ്ടിട്ട് വായിക്കലുണ്ടായുള്ളൂ, പറയലുണ്ടായില്ല. അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഒരു വലിയൊരു ആഴവ് ഇതാണ്, കണ്ണുകൊണ്ട് കണ്ടിട്ട് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ അത് ചെവിയിലൂടെ കടന്നു വന്നിട്ട് ആ വിശ്വാസം വർദ്ധിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു ബോധ്യം കിട്ടി. അതിനുശേഷം തീരുമാനം എടുത്തു. വേറെ കാസറ്റൊക്കെ ഞാൻ അത്യാവശ്യം വചനം ഇങ്ങനെ DVD-ലൊക്കെ ഇട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. അത്രമാത്രം വചനത്തോട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നെനിക്ക് കിട്ടിയ വലിയ ബോധ്യം ഇതാണ്. പ്രത്യേകമായിട്ട് ദൈവത്തെ പ്രതി തോമസ് ബ്രദറിലൂടെ എനിക്ക് അത് കിട്ടിയതിനോട് വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് കൂടുതൽ വചനം ഇങ്ങനെ വായിക്കാനായിട്ട്. അപ്പം ഞാൻ പലപ്പോഴും വായിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തടസ്സം നേരിട്ട് നിർത്തും. അപ്പം ഞാൻ കുറേ വായിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരുന്ന് കണ്ണുകൾ ഓടിച്ചിട്ട് അധ്യായങ്ങൾ ഒത്തിരി വായിക്കും. പക്ഷേ ഈ ഒരു വലിയ ആഴം കിട്ടുന്നത് ഇതിലൂടെയാണെന്ന് വേദങ്ങളിലൂടെ വലിയ ബോധ്യത്തിന് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നന്ദി പറയുകയാണ്. സഹോദരിമാരിലാരെങ്കിലും ജെറമ്യാ പ്രവാചകനിലെ 33:3 പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ രഹസ്യവും മഹത്വവും ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന്. ഈ വചനം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഉൾക്കാഴ്ച എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനിവിടെ കടന്നു വരുമ്പോൾ ഇപ്പം ഒരു രോഗിയായതിൻ്റെ പേരിൽ എനിക്കിപ്പോഴും നിരാശയുണ്ടായിരുന്നു, എപ്പോഴും വിഷമമാണ്. എൻ്റെ മകനാണ് എന്നെ ഭർത്താവിനെ അയച്ചത്. ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ 2 പ്രാവശ്യം ബ്രദർ തോമസ് കൊണ്ട് ധ്യാനം ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, മമ്മി പോയി കൂടണമെന്ന്. അപ്പം എനിക്ക് എപ്പോഴും നിരാശ കടന്നു വരും. അപ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര തടസ്സമാണ്. വളരെ ദേഷ്യം മുൻകോപമൊക്കെ കടന്നു വരും. വേദന കൊണ്ടാണ്. എനിക്ക് ഒരു കിഡ്നി കളഞ്ഞതാണ്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ക്യാൻസറായിട്ട്. അതിൽ നിന്നൊക്കെ എന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തിയതാണ്. പിന്നെ എനിക്ക് സന്ധിവാദത്തിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ദേഷ്യം ഞാൻ എല്ലാവരും പ്രകടിപ്പിക്കും. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്കൊത്തിരി അതിൻ്റെ രഹസ്യം എന്താണെന്ന് കർത്താവ് എനിക്ക് ഇന്നാണ് ബോധ്യപ്പെടുത്തി തന്നത്. സഹനങ്ങൾ നന്മയ്ക്കാണെന്നും വേദനകളും എല്ലാം നമുക്ക് ദൈവം തരുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കണമെന്നൊക്കെയുള്ള ആ ഒരു മനോഭാവം ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് ലഭിച്ചു. ഒത്തിരി ദൈവത്തിന് നന്ദി ഞാൻ പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ധ്യാനം കൂടെ ഒരുപാട് ഈശോട് പ്രാർത്ഥിച്ചു, പക്ഷെ കൂടാൻ സാധിച്ചില്ല. ഇത് ശരിക്കും ദൈവഗീതം പോലെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശരിക്കും കുറേ നാളായിട്ട് ഈശോയോട് പറയും, എന്നെ വിളിക്കുക, എൻ്റെ ബുദ്ധിക്കതീതവും നിഗൂഢമായ കാര്യങ്ങൾ അതിനൊക്കെ വെളിപ്പെടുത്തി തരാമെന്ന്. പക്ഷെ രാത്രിയുടെ യാമങ്ങൾ മുൻപ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. വ്യക്തിപരമായ പ്രാർത്ഥന ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഭയങ്കര ശോചനീയമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഞാൻ ഈശോയോട് എപ്പോഴും പറയും, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ ഈശോയോട് ഇവിടെ വെറുതെ ക്ലാസ് എടുത്ത പോലെ എനിക്ക് ഈ ലോകത്തിനോട് അനുരൂപമായിട്ട് ജീവിക്കാൻ ഏതോ ഒരു ലോകത്തിൽ എൻ്റെ ഈശോയെ
ഈശോയുടെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി തരണേ. ഈശോയെ ഏലിയായാലും ഏലിഷായാലും നിറഞ്ഞ അതേ ആത്മാവിനെ തന്നെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ ആത്മാവിനെ തന്നെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പോൾ ഈ ബ്രദറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു പോയി, ഏലിയായിക്കും ഏലീഷായിക്കും ഈശോയുടെ തിരുശരീര രക്തം സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പാപികളും ബലഹീനരുമായ നമ്മൾ ഓരോ നിമിഷവും ഈശോയുടെ തിരുശരീരം തിരുരക്തവും സ്വീകരിക്കുമ്പോഴേക്കും അതിന് എത്രയും അധികമായി ഈശോയുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരികയില്ലെന്നൊരു ഉറച്ചമായൊരു ബോധ്യം നൽകിയെന്നോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ സിസ്റ്റർ റോസിലി ചങ്ങനാശ്ശേരി അടുത്തു നിന്നാണ് വരുന്നത്. കുറച്ച് നാളുകളായിട്ട് എന്നോട് പ്രാർത്ഥനാപരമുള്ള പല വ്യക്തികളും പറയാറുണ്ട്, സിസ്റ്റർ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസ്വരം കേൾക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നിശബ്ദ ആരാധനയിൽ ഇരിക്കാനായിട്ടൊരു പ്രചോദനം കിട്ടി. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇവിടെ വന്നു. അപ്പോഴാണ് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. വേറെ ചിലർ എന്നോട് പറഞ്ഞു അത് ഭയങ്കര കട്ടിയാണ്, അതൊന്നും കൂടിയിട്ട് വലിയ കാര്യമില്ല. പക്ഷേ പിന്നെയും എൻ്റെ ഉള്ളിൽ അതൊന്ന് കൂടണം, അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇന്നിവിടെ വന്നിരുന്നപ്പോൾ ഞാനിങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഗ്രഹം, ദൈവസ്വരം കേൾക്കുന്നത് എങ്ങനെയാണ്, അതൊന്ന് കേൾക്കണം, അതിനൊന്നും അറിയാൻ മേലായിരുന്നു. ഇതെങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുറേ മടിയും അലസതയും എല്ലാം കൊണ്ട് പ്രഭാതത്തിലുണ്ട് പ്രാർത്ഥിക്കാൻ പല ദിവസങ്ങളിൽ പ്രചോദനം കിട്ടിയാലും പിന്നെയും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയുണ്ട്. പിന്നെ കുറേ കുറവുകളും എല്ലാം. അപ്പോൾ ജ്ഞാനം കിട്ടുമെന്നും ദൈവസ്വരം കേൾക്കാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള വലിയൊരു പ്രത്യാശയും വിശ്വാസവും എനിക്ക് കിട്ടി. ബ്രദർ പറഞ്ഞു എല്ലാവർക്കും ദൈവസ്വരം കേൾക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല, എൻ്റെ കുറവുകൾ കാരണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവസ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് അധികം സമയം ഇങ്ങനെ കളയാം, അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് വെളിപ്പെടുത്തി തന്നു. കുറേ കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലാതെ ആ സ്വരം കേൾക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാറില്ല, നിശബ്ദമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാറില്ല, ആ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ടില്ല എന്നുള്ള ആ കാര്യങ്ങൾ അതെല്ലാം എനിക്ക് കിട്ടും എന്നുള്ള വലിയൊരു പ്രത്യാശ എനിക്ക് ഇപ്പോൾ ഇന്നത്തെ ദിവസം കിട്ടി. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് സിസ്റ്റർ മേരിയാൻ, FCC കോൺഗ്രേഷനിലെ ഒരംഗമാണ്. ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് നടന്നു. ബ്രദറിൻ്റെ ആദ്യത്തെ ധ്യാനം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്നപ്പോൾ അതിൽ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ മഹത്വം, പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഞാൻ സഹകരിക്കേണ്ട വിധം സഹകരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അതായത് ദൈവം ഭൂമി മുഴുവൻ ദൈവ മഹത്വം നിറഞ്ഞിരിക്കുന്നു, ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു, എങ്കിലും അത് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ദുഃഖം കൊണ്ട് ഞാൻ ഇങ്ങനെ പലപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ഈ ഫെബ്രുവരി 1-ാം തീയതി രാവിലെ ഒരു 3:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു പ്രചോദനം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ള ഒരു സ്വരം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഒന്ന് വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നോർത്തു. അപ്പോൾ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള ഒരു ആഹ്വാനമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ദുഃഖമായിരുന്നു. എന്നെ ഈശോയുടെ ഇത്രയും സ്നേഹത്തിന് ഞാൻ ഇതുവരെ ഒരു യഥാർത്ഥത്തിൽ പ്രത്യുത്തരം നൽകിയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടൊരു വേദനയായിരുന്നു. അപ്പോൾ സഹനം എന്നത് ദൈവത്തിൻ്റെ ഒരു രക്ഷാകര പദ്ധതി, അത് യേശുവിൽ പൂർത്തിയായി. അത് നമ്മിൽ ഓരോരുത്തരും പൂർത്തിയാകുമ്പോഴാണ് ആ പിതാവായ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായും ഈ ഭൂമി നിറഞ്ഞിരിക്കുക എന്നുള്ള ആ ഒരു വലിയ ബോധ്യം എനിക്ക് കിട്ടി.
പ്രൈസ് ദി ലോർഡ്. Yes, please come. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിസ്റ്റർ ആൻസി ജോസഫ്, തലശ്ശേരി. ഞാൻ വരുന്നത് SH കോൺഗ്രിഗേഷനാണ്. ഈ ധ്യാനത്തിലൂടെ പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് എന്നെ കൂടുതലായിട്ട് ടച്ച് ചെയ്തത്. ഞങ്ങൾക്ക് രാവിലെ 5:30 മുതൽ പ്രയറും കമ്മ്യൂണിറ്റി പ്രയറും എല്ലാമായിട്ട് 7:30 വരെയൊക്കെയുള്ള സുബാനോടെ എല്ലാത്തിനും പ്രയറുകളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും ഈ പിന്നെ പേഴ്സണൽ പ്രയർ നടത്തണമെന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ നടത്തുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ ഒരു സമയത്തായിരിക്കും. പക്ഷേ ജ്ഞാനത്തിന് വേണ്ടി രാവിലെ പ്രഭാതത്തിലെ ഉണർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ പകലുള്ള പ്രവർത്തികളെല്ലാം വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണത് എന്ന് ശരിക്കൊരു ബോധ്യം കിട്ടി. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്ന് തന്നെ ജ്ഞാനത്തിന് വിവേകത്തിന് പരിശുദ്ധാത്മാവിന്റെ ദാനത്തിനും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് വിവേകവും ജ്ഞാനവും നിറഞ്ഞ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ ആ ഹിതം വെളിപ്പെടുത്തി തരത്തക്ക വിധത്തിന് കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഉണർവ് ഈ ബ്രദറിൻ്റെ ധ്യാനത്തിലൂടെ കിട്ടി. പ്രത്യേകം നന്ദി. നമുക്കൊരു നിമിഷം കണ്ണടച്ച് ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഒരു ഡയറക്ഷൻ തരികയാണ്. നമ്മൾ എങ്ങനെയാണ്